അപ്പോൾ നമുക്കിന്ന് നല്ല നാടൻ രീതിയിലുള്ള മട്ടൻ കുറുമ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളാണ് ഈ ഒരു മട്ടൻ കുറുമ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റൗമ്മേലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പോൾ നാട്ടിലുള്ളവർക്ക് ഇത് വിറകടുപ്പുമേ വെച്ച് ചെയ്യുമ്പോൾ അത് ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കും. കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു ഡിഷാണ് ഈ ഒരു മട്ടൻ കുറുമ. നമ്മൾ മൺചട്ടിയിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഏകദേശം ഒരു 3/4 മണിക്കൂർ വരെ ഈ ഒരു മട്ടൻ ഇതിൽ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വൈകിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് തന്നെ തയ്യാറാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ള 1 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു മൺചട്ടി ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ ഞാനിതിലോട്ട് ഒരു 2 ഏലക്കായും ഒരു 2 ഗ്രാമ്പും ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു 2 ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 3/4 ടീസ്പൂണോളം വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ ഇതിൻ്റെ പച്ചമണം എല്ലാം പോയി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഞാനിതിലോട്ട് 2 പച്ചമുളക് ഒന്നങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലോട്ട് ഒരു 10 ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു പച്ചമണം എല്ലാം പോകുന്നത് വരെ ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് വഴന്ന് വരുമ്പോൾ ഞാനിതിലോട്ട് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്ത് ഈ ഒരു സവാള വഴന്ന് വരാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഈ ഒരു സവാളയെ വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇതിലോട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കുക. ഞാനിതിലൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും അതുപോലെ 2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും, ഞാൻ എരിവിന് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്, കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് ജീരകം പൊടിച്ചതും ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചതും 1 ടീസ്പൂൺ മീറ്റ് മസാല ഇല്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഗരം മസാല ഒന്ന് കൂട്ടി കൊടുത്താൽ മതിയാകും. നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ആ ഒരു മസാലയുടെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് ഈ ഒരു ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പം മസാലയുടെ പച്ചമണം എല്ലാം പോയിട്ടുണ്ട്. ഞാനിതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തക്കാളി ഒന്നും ഇങ്ങോട്ട് വെന്ത് വന്നാൽ നമുക്ക് നേരത്തെ കഴുകി വെച്ചിട്ടുള്ള മട്ടൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെന്ത് ഉടയൊന്നും വേണ്ട. ഇനി ഞാനിതിലോട്ട് കഴുകി വെച്ചിട്ടുള്ള മട്ടന് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി മട്ടനിലോട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ഇതിലോട്ട് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഒരുപാട് സമയം ഇതിൽ കിടന്ന് വെന്ത് വരാനുള്ളതാണ്. ഒന്ന് വെന്ത് വരുമ്പോൾ ഈ മട്ടനിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങി വരും. എന്നാൽ കൂടെ ഒരു ഇച്ചിരിയും കൂടെ വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒരു ലോ ഫ്ലെയിമിൽ നമുക്കിതിന് 15 മിനിറ്റ് ആദ്യം ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു മൺചട്ടിയിൽ വെക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ചു പോവും. അപ്പോൾ ഇടയ്ക്കും തലക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാൻ മറന്നു പോകരുത്. അതുപോലെ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം. ഈ ഒരു ചെറിയ ചൂടിൽ കിടന്നിട്ട് ഇത് നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ മട്ടൻ എടുക്കുമ്പോൾ നല്ല ഇളം മട്ടൻ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ പെട്ടെന്നായിട്ട് റെഡിയായി വരും. ഇതിപ്പോൾ മട്ടനൊക്കെ നന്നായിട്ട് വെന്ത് നല്ല നെയ്യൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഇങ്ങോട്ട് ഇളക്കി കൊടുത്ത് മേലെ ഇച്ചിരിയും കൂടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് 2 മിനിറ്റ് കൂടെ നമുക്കിതിനൊന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ മട്ടൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം വെച്ച് ഇതിനെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്